ഹരേ രാമ ഹരേ കൃഷ്ണ. ജ്യോതിഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഗ്രഹങ്ങളുടെ രാശിമാറ്റം. മെയ് മാസത്തിൽ അത്തരം രാശിമാറ്റം ധാരാളം നടക്കാനുണ്ട്. ഗജലക്ഷ്മി രാജയോഗമാണ് ഈ മാസത്തിൽ രൂപപ്പെടുന്നത്. ഒരു വ്യക്തിയുടെ ജാതകത്തിൽ വ്യാഴം, ശുക്രൻ, ചന്ദ്രൻ എന്നിവ 1, 4, 7 അല്ലെങ്കിൽ 10ാമത്തെ ഭവനങ്ങളിൽ വരുമ്പോഴാണ് ഗജലക്ഷ്മി രാജയോഗം രൂപപ്പെടുന്നത്. വ്യാഴം അതുപോലെ അറിവും വികാസവുമായി ബന്ധപ്പെട്ട ഗ്രഹമാണ്. ശുക്രനും വ്യാഴവും ചലനം മാറുമ്പോൾ അതിൻ്റെ സ്വാധീനം 12 രാശിയിലും ഉണ്ടാകാറുണ്ട്. നിലവിൽ വ്യാഴം ഇടവം രാശിയിലാണ്. മെയ് 19, അതായത് ഇന്ന്, ശുക്രനും ഇതേ ഇടത്തിലാണ് സംക്രമിക്കുന്നത്. 12 വർഷത്തിന് ശേഷമാണ് ഗജലക്ഷ്മി രാജയോഗം സൃഷ്ടിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം സൗഭാഗ്യങ്ങളാണ് ഈ രാശിക്കാരെ കാത്തിരിക്കുന്നത്. ഇനി ഏതൊക്കെ രാശിക്കാർക്കാണ് ഗജലക്ഷ്മി രാജയോഗം വഴി സൗഭാഗ്യങ്ങൾ സമ്മാനിക്കുന്നത് എന്ന് നോക്കാം. ആദ്യം ചിങ്ങം രാശിക്കാരാണ്. ഗജലക്ഷ്മി രാജയോഗം ചിങ്ങം രാശിക്കാർക്ക് ഏറ്റവും ശുഭകരമായ കാര്യങ്ങൾ സമ്മാനിക്കും. തൊഴിൽ രഹിതരാണെങ്കിൽ വലിയ നേട്ടങ്ങളാണ് ഈ രാശിക്കാരെ തേടിയെത്തുന്നത്. ഇവർക്ക് പുതിയ ജോലി ലഭിക്കുവാനും സാധ്യതയുണ്ട്. സമൂഹത്തിൽ കൂടുതൽ ബഹുമാനം നിങ്ങളെ തേടിയെത്തും. പുതിയ വാഹനങ്ങളും വസ്തുവകകളും വാങ്ങുവാനുള്ള യോഗം വന്നു ചേരുന്നതാണ്. ഭാഗ്യം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. മുടങ്ങിക്കിടക്കുന്ന എല്ലാ ജോലികളും വളരെ വേഗത്തിൽ പൂർത്തീകരിക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. 9ാം ഭാവത്തിൽ നിന്ന് 10ാം ഭാവത്തിലേക്ക് വ്യാഴം സംക്രമിക്കുമ്പോൾ ചില ഗുണദോഷ ഫലങ്ങൾ വന്നു ചേരും. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികം, ബന്ധങ്ങൾ എന്നിവയെ അല്പം ബാധിക്കുവാനും ഇടവരുന്നതാണ്. വളരെയധികം ഭാഗ്യാനുഭവങ്ങൾക്ക് തടസ്സം നേരിടേണ്ടി വന്നേക്കാം. പ്രതീക്ഷിച്ച കാര്യങ്ങൾ നടക്കാതെ ബുദ്ധിമുട്ടാക്കിയേക്കും. 10ാം ഭാവത്തിലെ വ്യാഴം ശുഭഗ്രഹങ്ങളുടെ സ്വാധീനം ദോഷഫലങ്ങളെ കുറയ്ക്കുവാനും സഹായിക്കുന്നതാണ്. അതേസമയം പാപഗ്രഹങ്ങളുടെ സ്വാധീനം ദോഷഫലങ്ങളെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. കണ്ടകശനി 7ാം ഭാവത്തിൽ നിലനിൽക്കുമ്പോൾ 10ാം ഭാവത്തിലെ വ്യാഴം എത്ര വലിയ മുൻകോപകരായാലും അവരെ മര്യാദ പഠിപ്പിക്കും. മര്യാദക്കാർ ആകുന്നതുവരെ ആ പഠനം ആവർത്തിക്കുകയും ചെയ്യും. അതായത് നല്ല സമയം അല്ല എന്ന ഒരു ജാഗ്രത പുലർത്തി ക്ഷമയോടെ കൂടിയും സമാധാനത്തോടെയും സഹിഷ്ണുതയോടും കൂടി യുക്തിപൂർവം കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ട ഒരു കാലമാണ് വരുന്നത്. മാത്രമല്ല, പരിഹാരങ്ങൾ ചെയ്യാത്ത പക്ഷം ദുരിതങ്ങൾ, ഭാഗ്യദോഷങ്ങൾ ഇവയൊക്കെ ഒന്നിനു പുറകെ ഒന്നായി ഒരു ഘോഷയാത്ര പോലെ വന്നു ചേരുന്നതാണ്. കർമ്മസ്ഥാനത്തു സ്ഥിതി ചെയ്യുന്ന വ്യാഴം ജോലിയിൽ താൽപ്പര്യക്കുറവും ഉന്മേഷക്കുറവും കൊണ്ടുവരുന്നതാണ്. നിലവിലെ ജോലിയിൽ തുടരുവാൻ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് നേരിടേണ്ടി വന്നേക്കാം. ചിലർക്ക് ജോലിയിൽ നിന്ന് സ്ഥാനഭ്രംശം സംഭവിക്കുവാനും സാധ്യതയുണ്ട്. ജോലിസ്ഥലത്ത് പ്രശ്നങ്ങൾ, സഹപ്രവർത്തകരുമായി അകൽച്ച, അനുകൂലമല്ലാത്ത സ്ഥലം മാറ്റം എന്നിവയും വന്നു ചേരും. തൊഴിൽ തേടുന്നവർക്ക് അനുയോജ്യമായ ജോലി കണ്ടെത്തുവാൻ ബുദ്ധിമുട്ടും നേരിടും. ഒന്നിലധികം ജോലികൾ ചെയ്യേണ്ടി വന്നേക്കാം. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാൻ ബുദ്ധിമുട്ടും തടസ്സങ്ങളും നിങ്ങൾക്ക് നേരിടേണ്ടി വരും. പരമ്പരാഗത തൊഴിലുകൾ ചെയ്യുന്ന ആളുകൾ, അതായത് ആശാരിപ്പണി, സ്വർണ്ണപ്പണി, കുമ്പാരി, മുള കൊണ്ടുള്ള പണി എന്നിവയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് മികച്ച നേട്ടം ലഭിക്കുവാൻ സാധ്യതയുണ്ട്. ഷെയർ മാർക്കറ്റ്, ഊഹക്കച്ചവടം, ഇൻഷുറൻസ്, ചിട്ടി, കമ്മീഷൻ എന്നിവയിൽ നിന്നും വളരെയധികം സാമ്പത്തിക നേട്ടം കൊയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. സർക്കാർ ജോലിയിൽ തുടരുന്ന ആളുകൾക്ക് സ്ഥാനഭ്രംശം സംഭവിക്കുവാനും സാധ്യതയുണ്ട്. വിദ്യാഭ്യാസത്തിൽ താൽപ്പര്യക്കുറവും ശ്രദ്ധക്കുറവും നിങ്ങൾക്ക് അനുഭവപ്പെടും. മാതാപിതാക്കളുമായി വിയോജിപ്പും തർക്കവും ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. വസ്തുവ്യാപാരത്തിൽ നഷ്ടം സംഭവിച്ചേക്കാം. ഒരു പരിധിവരെ കടബാധ്യതകൾ തീർക്കുവാനുള്ള അവസരം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിയമപ്രശ്നങ്ങൾ, കേസുകൾ, വഴക്കുകൾ, കോടതി ഇടപാടുകൾ എന്നിവ നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്നതാണ്.
ഭൂമി നഷ്ടപ്പെടുവാനോ ഭൂമിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നേരിടുവാനോ കർഷകർക്ക് വിളനാശം, വരുമാനക്കുറവ്, കൃഷി തുടങ്ങിയ നഷ്ടം സംഭവിക്കുവാനും സാധ്യതയുണ്ട്. പക്ഷി, മൃഗങ്ങൾ എന്നിവയിൽ നിന്ന് ദോഷം, ധനനഷ്ടം, സാമ്പത്തിക പ്രതിസന്ധി എന്നിവ നിങ്ങൾക്ക് നേരിടേണ്ടി വരും. സാമ്പത്തിക കാര്യങ്ങളിൽ തെറ്റായ തീരുമാനങ്ങൾ എടുക്കുവാൻ സാധ്യതയും വന്നുചേരുന്നതാണ്. ഭക്ഷണം ലഭിക്കുന്നതിൽ ബുദ്ധിമുട്ട്, ദഹന പ്രശ്നങ്ങൾ തുടങ്ങിയ ഭക്ഷണ സംബന്ധമായ പ്രശ്നങ്ങളും നിങ്ങളെ അലട്ടിയേക്കാം. അതുപോലെ തന്നെ സന്താനങ്ങളെ നഷ്ടപ്പെടാനോ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നേരിടാനോ സമൂഹത്തിൽ അപമാനം, മാനഹാനി, ആരോഗ്യ പ്രശ്നങ്ങൾ, രോഗങ്ങൾ എന്നിവ നേരിടേണ്ടിയും വന്നേക്കാം. പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടുവാനുള്ള സാധ്യതയും ഉണ്ട്. വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. വിവാഹിതരാകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വിവാഹം കഴിക്കുവാനുള്ള ഭാഗ്യം ലഭിക്കുന്നതാണ്. നിലവിലെ വിവാഹ ബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും പങ്കാളിയുമായി അകൽച്ചയും വിയോജിപ്പും വന്നുചേരുകയും ചെയ്യും. വിവാഹമോചനം വരെ നേരിടേണ്ടി വന്നേക്കാം. സുഹൃത്തുക്കളുമായും ബന്ധുക്കളുമായുള്ള ബന്ധങ്ങൾ ദുർബലമാകും. പുതിയ സുഹൃത്തുക്കളെ കണ്ടെത്തുവാൻ വളരെയധികം ബുദ്ധിമുട്ട് നേരിടേണ്ടി വരും. വ്യാഴാഴ്ചകളിൽ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ശിവനെ ഭജിക്കുകയും ചെയ്യുക. മഹാലക്ഷ്മി സ്തുതി പതിവായി പാരായണം ചെയ്യുക. ഈ ഗ്രഹമാറ്റമൊക്കെ മുൻകൂട്ടി കണ്ട് പരിഹാരം ചെയ്തവർക്ക് ദോഷഫലങ്ങൾ മാറിപ്പോകുന്നതിന് നേരിട്ട് അനുഭവിക്കുവാൻ സാധിക്കും. അടുത്ത വർഷത്തിലെ, അതായത് 2025 ശനിമാറ്റം കണ്ടകശനി, അഷ്ടമശനി ആകും എന്ന തിരിച്ചറിവിൽ പരിഹാരങ്ങൾ ചെയ്യുന്നത് 2025 വ്യാഴമാറ്റം 11 വ്യാഴത്തിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കുവാനുള്ള യോഗം നൽകുന്നതാണ്. അടുത്തത് മേടം രാശിക്കാരാണ്. ഈ രാശിക്കാർക്ക് രാജയോഗത്താൽ വലിയ നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും. വ്യാഴശുക്ര സംഗമം, ഗജലക്ഷ്മി രാജയോഗവും ചേർന്ന് ബമ്പർ നേട്ടങ്ങളാണ് നിങ്ങൾക്ക് സമ്മാനിക്കുക. അതിലൂടെ സമ്പത്ത് വലിയ തോതിൽ നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിക്കും. എന്തു കാര്യവും ഈ കാലയളവിൽ നിങ്ങൾക്ക് വളരെ ലളിതമായി തന്നെ നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ്. സമൂഹത്തിൽ നിങ്ങൾക്കുള്ള ബഹുമാനം വർദ്ധിക്കും. ബിസിനസ്സുകാരാണെങ്കിൽ പുതിയ ഇടപാടുകൾ നിങ്ങളെ തേടിയെത്തും. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പുരോഗതിയാണ് കാത്തിരിക്കുന്നത്. വിവാഹിതരല്ലെങ്കിൽ പുതിയ വിവാഹാലോചനകൾ തേടിയെത്തും. ഏറ്റവും അനുകൂലമായ സമയമാണ് ഈ വന്നെത്തിയിരിക്കുന്ന സമയം. 2ാം ഭാവത്തിൽ വ്യാഴം സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് പൊതുവെ ഗുണകരമായ ഫലങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ്. ഈ സമയത്ത് ശനി 11ാം ഭാവത്തിൽ അനുകൂല സ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്ന ഈ കാരണത്താൽ തന്നെ ഫലങ്ങൾ കൂടുതൽ ശക്തിപ്പെടുകയും ചെയ്യും. കുറെ കാലമായി ഉണ്ടായിരുന്ന നിങ്ങളുടെ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുന്നതാണ്. നേരിടുന്ന ദുരിതങ്ങൾക്കെല്ലാം പരിഹാരം കാണുവാനും ഈ സമയം അനുയോജ്യമാണ്. ദശാപഹാരം കൂടി അനുകൂലമാണെങ്കിൽ എന്ത് തുടങ്ങിയാലും നിങ്ങൾക്ക് വിജയിച്ചു വെന്നിക്കൊടി പാറിക്കുവാൻ സാധിക്കുന്നതാണ്. ധനപരമായി നേട്ടങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ധനം സമ്പാദിക്കുവാനും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുവാനും സാധ്യത ഉണ്ട്. തൊഴിൽ രംഗത്ത് അപ്രതീക്ഷിത സ്ഥാനക്കയറ്റം, അംഗീകാരം, ആഗ്രഹിച്ചിരുന്ന സ്ഥലം മാറ്റം, ശമ്പള വർധനവ് തുടങ്ങി സന്തോഷകരമായ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വന്നു ചേരുന്നതാണ്. വ്യാപാരികൾക്ക് ലാഭം വർദ്ധിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നേട്ടവും മത്സരങ്ങളിൽ വിജയവും ലഭിക്കുന്നതാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം ഈ സമയത്ത് സഫലമായി തീരും. ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കും. നഷ്ടപ്പെട്ടതായി കരുതിയ ധനം നിങ്ങൾക്ക് തിരികെ ലഭിക്കുകയും ചെയ്യും. നിങ്ങളുടെ ശത്രുക്കളെ നേരിടുവാനും അവരെ പരാജയപ്പെടുത്തുവാനുമുള്ള കഴിവ് നിങ്ങളിൽ വന്നുചേരും. സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ വിജയവും ഗുണവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പ്രണയം, സാഫല്യം, സന്താന ഭാഗ്യം, വിവാഹം, പുതിയ വീട്, ഗൃഹപ്രവേശം തുടങ്ങിയ മംഗളകർമ്മങ്ങളും ഈ സമയത്ത് നടക്കും. കലാ സാഹിത്യ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വളരെയധികം താല്പര്യവും കഴിവും വർദ്ധിക്കും. ഈ രംഗങ്ങളിൽ പ്രശസ്തിയും നേട്ടവും ലഭിക്കുവാൻ സാധ്യതയുണ്ട്. കുടുംബാംഗങ്ങളുമായി ഐക്യവും സന്തോഷവും അനുഭവപ്പെടും.
വിവാഹിതരാകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ സമയം അനുകൂലമാണ്. ഭാര്യ ഭർത്തൃ ബന്ധം വളരെയധികം ശക്തിപ്പെടും. നിങ്ങളുടെ സംസാരത്തിൽ വാചാലതയും സ്വാധീനവും വർദ്ധിക്കും. ചിലർക്ക് നിയമപരമായ പ്രശ്നങ്ങളും കേസുകളും നേരിടേണ്ടി വന്നേക്കാം. എന്നാൽ നിയമപരമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് വിജയം ഉറപ്പാണ്. നിങ്ങളുടെ ആരോഗ്യം വളരെയധികം മെച്ചപ്പെടും. പുതിയ സുഹൃത്തുക്കളെ നേടുവാനും അവരുമായി നല്ല ബന്ധം സ്ഥാപിക്കുവാനും ഈ സമയം നല്ലതാണ്. കുടുംബദേവതയെ പ്രീതിപ്പെടുത്തുന്നത് ശതഗുണം ചെയ്യുകയും ചെയ്യും. ദശ അപകാര സ്ഥിതി കൂടി നോക്കി ദശാനാഥനെ പ്രീതികരമായ കർമ്മങ്ങൾ ചെയ്താൽ വലിയ രീതിയിൽ കാര്യങ്ങൾ അനുകൂലമായി തന്നെ തീരുകയും ചെയ്യും. ജീവിതഗതി തന്നെ ഉന്നതിയിലേക്ക് മാറുന്ന ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ്. അടുത്തത് ഇടവം രാശിക്കാരാണ്. കൈനിറയെ ധനം ഇടവരാശിക്കാരെ തേടിയെത്തും. എല്ലാ ഗജലക്ഷ്മി രാജയോഗത്തെ തുടർന്നായിരിക്കും വന്നു ചേരുക. ഇതൊരു വലിയ അനുഗ്രഹമായി തന്നെ ഈ രാശിക്കാരുടെ ജീവിതത്തിലുണ്ടാകും. സമ്പത്തിൽ വലിയ മുന്നേറ്റമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ബിസിനസ് ഉള്ളവരാണെങ്കിൽ വലിയ ലാഭം തന്നെ വന്നു ചേരും. വിചാരിച്ചതിലും കൂടുതൽ പുരോഗതി നിങ്ങൾക്ക് ഈ സമയത്ത് കൈവരിക്കുവാൻ സാധിക്കും. സാമ്പത്തിക പുരോഗതി മാത്രമല്ല, തൊഴിലിലും ബിസിനസ്സിലും വലിയ വളർച്ച കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ജോലി ഉള്ളവരാണെങ്കിൽ സ്ഥാനക്കയറ്റത്തിനും സാധ്യതയുണ്ട്. തിരിച്ചു കിട്ടില്ലെന്ന് നിങ്ങൾ കരുതിയ പണം തിരികെ ലഭിക്കും. പുതിയ ബിസിനസ് ആരംഭിക്കുന്നതിനുള്ള അവസരം കൂടി വന്നു ചേരുന്നതാണ്. വ്യാഴ ജന്മത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ പൊതുവിൽ ഗുണകരമായിരിക്കില്ല. എങ്കിലും ഈ രാശിക്കാരുടെ അധിപൻ ശുക്രനായതിനാൽ ചില ഗുണങ്ങൾ ലഭിച്ചേക്കാം. ഇവർക്ക് ഗുണകരമായ സ്ഥാനചലനം ഉണ്ടാകുകയും ചെയ്യും. രാഷ്ട്രീയക്കാർക്ക് പദവിയിൽ വലിയ ഉയർച്ചയാണ് കാത്തിരിക്കുന്നത്. ബുദ്ധിക്ക് മന്ദത, ഓർമ്മക്കുറവും ഏകാഗ്രതയും അനുഭവപ്പെടാം. കാര്യങ്ങൾ വ്യക്തമായി ചിന്തിക്കുവാനും ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാനുമുള്ള ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നേക്കാം. സംസാരിക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും ശ്രദ്ധിക്കുക. അശ്രദ്ധ കാരണം തെറ്റുകൾ വരുത്താനും മനസ്സിൽ ഭീതി ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. എന്നിരുന്നാലും അവയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ധനനഷ്ടത്തിനും സാമ്പത്തിക പ്രതിസന്ധികൾക്കും സാധ്യതയുണ്ട്. ധനകാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധാലുവായിരിക്കുകയും അനാവശ്യമായ ചെലവുകൾ ഒഴിവാക്കുകയും ചെയ്യുക. കുടുംബത്തിലും സുഹൃത്തുക്കളുമായും വാക്കുതർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകുവാൻ ഇടയുണ്ട്. കുടുംബാംഗങ്ങളുമായി ക്ഷമയോടെ കൂടിയും ധാരണയോടു കൂടിയും പെരുമാറുക. അനാവശ്യമായ വാഗ്വാദങ്ങൾ ഒഴിവാക്കുക. തനിക്കോ വേണ്ടപ്പെട്ടവർക്കോ ആശുപത്രി വാസം ആവശ്യമായി വന്നേക്കാം. അസമയത്തും അനാവശ്യമായ യാത്രകൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. വസ്തു, വാഹനം തുടങ്ങിയ വിലയേറിയ വസ്തുക്കൾ വാങ്ങുന്നത് ഒഴിവാക്കുകയോ ഒരു വർഷത്തേക്ക് മാറ്റിവെക്കുകയോ ചെയ്യുക. ജോലിസ്ഥലത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുവാനും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാനും അനുയോജ്യമല്ലാത്ത സമയമാണ് ഇത്. ഏറ്റവും പ്രധാനമായി ക്ഷമ മനഃപൂർവ്വം ശീലിക്കുക. ഗ്രഹവശാൽ ശനിദശ, ശനിയുടെ അപഹാരം, വ്യാഴദശ, വ്യാഴ അപഹാരമൊക്കെ അനുഭവിക്കുന്നവർ വളരെ അച്ചടക്കവും പാലിക്കേണ്ടതായി വരും. ആരോടും കലഹിക്കാൻ പോകാതെ ഒതുക്കത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. ന്യായം നമ്മുടെ ഭാഗത്താണെങ്കിലും കലഹം പരാജയത്തിൽ അവസാനിക്കുന്നതാണ്. ഇവർ സ്ത്രീ പുരുഷ ഭേദമന്യേ യാതൊരു സ്ത്രീകളോടും കോപിക്കരുത്. ഇവർ ഈ സമയത്ത് മദ്യപാനം ചെയ്യുന്നതും വിനാശത്തിൽ കലാശിക്കുകയും ചെയ്യും. 7 വ്യാഴാഴ്ചകളിൽ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും വഴിപാടുകൾ നടത്തുകയും ചെയ്യുന്നത് ദോഷഫലങ്ങൾ കുറയ്ക്കുവാൻ സഹായിക്കും. ആത്യന്തികമായി ജാതക നിരൂപണം നടത്തി പരിഹാരങ്ങൾ അത്യാവശ്യമാണ്. പരിഹാരങ്ങൾ ചെയ്യാത്ത പക്ഷം ഈ കാലഘട്ടം തരണം ചെയ്യുന്നത് വളരെയധികം ദുഷ്കരമായിരിക്കും. അടുത്തത് കർക്കിടകം രാശിക്കാരാണ്. ശുക്രവ്യാഴ സംക്രമത്തിലൂടെ ഗജലക്ഷ്മി രാജയോഗം വന്നു ചേരുകയും ഇത് കർക്കിടകം രാശിക്കാർക്ക് വലിയ നേട്ടങ്ങൾ സമ്മാനിക്കുകയും ചെയ്യും. ഏറ്റവും മികച്ച ഫലം തന്നെ ഇതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സാമ്പത്തിക സ്ഥിതിയും വളരെയധികം മെച്ചപ്പെടുകയും ചെയ്യും. കൈനിറയെ സമ്പത്ത് ഈ കാലയളവിൽ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. ബിസിനസ്സുകാരാണെങ്കിൽ ഏറ്റവും മികച്ച ഫലം ലഭിക്കും.
സാമ്പത്തിക സ്ഥിതിയിൽ മാത്രമല്ല, ജോലിയിലും ബിസിനസ്സിലുമെല്ലാം നിങ്ങൾക്ക് വളരെയധികം പുരോഗതിയുടെ കാലയളവ് തന്നെയായിരിക്കും സമ്മാനിക്കുന്നത്. കർക്കിടകം രാശിക്കാർക്ക് ലഭിക്കുവാൻ പോകുന്നത് വലിയ വലിയ നേട്ടങ്ങൾ മാത്രമാണ്. നിങ്ങളുടെ ജീവിതത്തിലെ പുരോഗതിക്ക് പുതിയ വഴികൾ തുറക്കപ്പെടുകയും ചെയ്യും. ജീവിതത്തിലെ ഏറ്റവും സൗഭാഗ്യം നിറഞ്ഞ സമയം കൂടിയാണ് ഈ വന്നു ചേർന്നിരിക്കുന്നത്. 11ാം ഭാവത്തിൽ വ്യാഴം സ്ഥിതി ചെയ്യുമ്പോൾ നിരവധി ഗുണകരമായ ഫലങ്ങൾ വന്നു ചേരുന്നതാണ്. ഈ സമയം വിജയത്തിനും സമൃദ്ധിക്കും അനുകൂലമാണ്. നഷ്ടപ്പെട്ടു എന്നു കരുതിയ വസ്തുക്കൾ പോലും നിങ്ങൾക്ക് തിരികെ ലഭിക്കുവാനും നഷ്ടപ്പെട്ട അവസരങ്ങൾ വീണ്ടും ലഭിക്കുവാനും സാധ്യതയുണ്ട്. ശത്രുക്കളെ നേരിടാനും അവരെ പരാജയപ്പെടുത്തുവാനും നിങ്ങൾക്ക് കഴിയുന്നതാണ്. ജോലിയിൽ സ്ഥാനക്കയറ്റം, സ്ഥലം മാറ്റം, പുതിയ ജോലി ലഭിക്കൽ തുടങ്ങിയ സ്ഥാനമാനങ്ങൾ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. ധനം സമ്പാദിക്കുവാനും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുവാനും ഭൂമി, വസ്തു തുടങ്ങിയവ വാങ്ങാനോ സമ്മാനമായി ലഭിക്കുവാനോ ഉള്ള യോഗമുള്ള കാലമാണ്. ലോട്ടറി ഭാഗ്യം, സമ്മാനം തുടങ്ങിയ ദ്രവ്യലാഭം ലഭിക്കുവാൻ സാധ്യതയുണ്ട്. സ്വർണ്ണാഭരണങ്ങൾ, വിലയേറിയ വസ്തുക്കൾ എന്നിവ വാങ്ങുവാനോ സമ്മാനമായി ലഭിക്കുവാനോ സാധ്യതയുണ്ട്. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാൻ അനുകൂലമായ സമയമാണ് ഇത്. വിജയവും നേട്ടവും പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ വളരെയധികം വിജയം നേടുവാനും നേട്ടം ലഭിക്കുവാനും സാധ്യതയുണ്ട്. നിങ്ങളുടെ വിദേശ യാത്ര സാധ്യമാകും. അവിവാഹിതർക്ക് വിവാഹ ഭാഗ്യം വന്നു ചേരുന്നതാണ്. കുടുംബത്തിൽ സന്തോഷവും ഐക്യവും നിറയും. സമൂഹത്തിൽ അംഗീകാരവും ബഹുമാനവും വർദ്ധിക്കുന്നതാണ്. സർക്കാർ സേവനം, രാഷ്ട്രീയം തുടങ്ങിയ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അംഗീകാരവും ബഹുമാനവും വന്നു ചേരുന്നതാണ്. എന്നിരുന്നാലും ഇപ്പോൾ ഉള്ള അഷ്ടമത്തിലെ ശനി 8ന്റെ പണി തരുവാൻ സാധ്യതയുണ്ട്. ശനിമാറ്റം കൂടി കണ്ട് പരിഹാര ക്രിയകൾ നടത്തി തയ്യാറെടുക്കുന്നവർക്ക് ഈ കാലം മേൽപ്പറഞ്ഞ ഗുണഫലങ്ങൾ ലഭിക്കുന്നതിൽ യാതൊരു സംശയവും വേണ്ട. എന്നാൽ ശനിദോഷ പരിഹാരം ചെയ്യാത്തവർക്കും കർമ്മങ്ങളിൽ നീതി പുലർത്താത്ത ആളുകൾക്കും ഈ കാലം ഗുണങ്ങൾ ഒന്നും ലഭിക്കണമെന്നില്ല. മഹാദേവ പ്രീതിയും ശാസ്താപ്രീതിയും വേണ്ടിവരും. പുണർദം നക്ഷത്രക്കാർ അയോധ്യ രാമക്ഷേത്രത്തിൽ പോകുന്നത് ഗുണം ചെയ്യും. യാതൊരു ആഡംബരങ്ങളും ഇല്ലാതെ, സുഖ സൗകര്യങ്ങൾ ഇല്ലാതെ നഗ്നപാതനായി തിരുപ്പതി, തിരുമല നടന്നു കയറി ദർശനം നടത്തുന്നതും ദുരിതങ്ങൾ ഉടനടി മാറുന്നതായിരിക്കും. കഴിയുന്നവർ മാസത്തിലൊരിക്കൽ ഗുരുവായൂരിൽ ദർശനം നടത്തുന്നത് ഗുണകരമാണ്. അല്ലെങ്കിൽ അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെങ്കിലും വഴിപാടും ദർശനവും കഴിയുന്നതുപോലെ നടത്തുക. ഭക്ഷണത്തിൽ പശു, കാള, പോത്തിറച്ചി ഇവയൊക്കെ ഒഴിവാക്കേണ്ടതാണ്. അമ്പലവുമായി ബന്ധപ്പെട്ട ഗോശാലയിലെ പശുക്കളെ പരിപാലിക്കുന്നതും അവയെ കുളിപ്പിക്കുന്നതും സൽഫലങ്ങൾ ലഭിക്കുവാൻ ഇടവരും. അവിടെ സാമ്പത്തിക സഹായം ചെയ്യുന്നത് പോലും ദുരിതങ്ങളെ കുറയ്ക്കും. ഈ കാലയളവിൽ ആരെയും ദുഷിപ്പിക്കാതെ സംസാരിക്കുവാൻ ശീലിക്കേണ്ടതാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും വന്നു ചേരട്ടെ.